അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു ക്യാരറ്റ് കുറച്ച് വലുതാണ്, ഒരു സവാള, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം, 2 പച്ചമുളക്, ഒരു പിടി തേങ്ങ, 3 ചെറിയ ഉള്ളി, ഒരു നുള്ള് നല്ല ജീരകം, 2 സ്പൂൺ തൈരും 2 ടേബിൾ സ്പൂൺ ഉഴുന്നുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണം നോക്കാം. പച്ചക്കറികളൊക്കെ നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പച്ചക്കറികളൊക്കെ നമ്മൾ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതൊക്കെ അരിഞ്ഞെടുത്ത പച്ചക്കറികളൊക്കെ നമുക്കൊരു മണ്ണിൻ്റെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറികളൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒന്ന് വറുത്തെടുക്കാം. നമുക്കൊന്ന് പൊടിച്ചെടുക്കാനാണ്. നമ്മുടെ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചൂട് പോയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉഴുന്ന് പൊടിച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച തേങ്ങയും ചെറിയ ഉള്ളിയും ഒരു നുള്ള് നല്ല ജീരകവും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ തേങ്ങ പച്ചക്കറിയും കൂടെ ഒന്ന് വേവട്ടെ. നമ്മൾ തേങ്ങയും പച്ചക്കറിയും കൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിച്ച് വെച്ച് ഉഴുന്നിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയൊക്കെയാണ് ഈ ഉഴുന്ന് പൊടി ചേർത്ത് കഴിഞ്ഞാൽ. നല്ല തിക്കായിട്ട് വരും. വെള്ളം വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ലൂസാവാൻ. ചപ്പാത്തിക്കാണ് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഉഴുന്ന് പൊടി ചേർത്ത് കഴിഞ്ഞ ശേഷം എല്ലാം കൂടെ ഒന്ന് തുള്ളി വന്നിട്ടുണ്ട്. നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു വറവ് റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമായ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കടുക്. നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോംബോ ആണ്. പൊറോട്ട, ചപ്പാത്തി, ചോറ് ഒക്കെ എല്ലാത്തിൻ്റെയും കൂടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. അടിപൊളി കോംബോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.